വീണ്ടും രാവിലെ ആ തിരക്കിൽ വേണം വേണ്ട എന്നുള്ള മനോഭാവത്തിൽ ബസ്സിൽ കഷ്ടപ്പെട്ട് തൂങ്ങിക്കിടന്നു സ്കൂളിൽ ചെല്ലണം. എന്നിട്ട് ക്ലാസ്സിൽ പോയി ബാഗ് വച്ച് കൂട്ടുകാരോട് ഓരോന്ന് പറഞ്ഞ് തല്ല് കൂടണം, ഡസ്റ്റർ എടുത്ത് എറിയണം. അപ്പോഴേക്കും ബെൽ അടിക്കും. അപ്പോത്തന്നെ ക്ലാസ്സിൽ നിന്നും വരിവരിയായി ഇറങ്ങി അസംബ്ലിക്ക് എത്തണം. ആ വെയിലത്ത് നിന്ന് ഈശ്വര പ്രാർത്ഥന ചൊല്ലാം. പിന്നെ പ്ലെഡ്ജ്. ഭാരതം എന്റെ രാജ്യമാണ്. എല്ലാ ഭാരതീയരും എന്റെ സഹോദരീ സഹോദരന്മാരാണ് എന്നൊക്കെ പറയണം. അത് കഴിഞ്ഞ് വീണ്ടും ക്ലാസ്സിലേക്ക്. ഏറ്റവും ബാക്കിലത്തെ ബെഞ്ചിൽ പോയി ഇരിക്കണം. ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോൾ പതുക്കെ തലകുനിച്ച് ഇരിക്കണം. ഒരു നിവൃത്തി ഇല്ലെങ്കിൽ ഡെസ്കിന്റെ അടിയിൽ കയറി ഒളിക്കണം. കണക്ക് സർ വരുമ്പോൾ വയറുവേദന അഭിനയിച്ച് കിടക്കണം, ഇല്ലെങ്കിൽ ബോർഡിൽ പോയി കണക്ക് എഴുതി കാണിക്കേണ്ടി വരും. ഏറ്റവും കൂടുതൽ പേടിയുള്ള ക്ലാസ് ആണ് അത്. അടിയയ്ക്ക് ഒരു മയം ഉണ്ടാകില്ല. ഉച്ചയ്ക്ക് എല്ലാവരുടെയും ഒപ്പം ഇരുന്നു ചോറ് കഴിക്കണം, മറ്റുള്ളവരുടെ പാത്രത്തിൽ നിന്ന് കറി കൈയിട്ട് വാരി എടുക്കണം. എന്നിട്ട് ഉച്ചയ്ക്ക് ഗ്രൗണ്ടിൽ പോയി ഓടിപ്പിടുത്തം കളിക്കണം. ക്ഷീണിച്ചു വന്ന് പൈപ്പിലെ വെള്ളം കുടിച്ച് വയർ നിറയ്ക്കണം. അതാന്റെ സ്വപ്നം. കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകണം. അച്ഛന്റെ മോൾ ഉറങ്ങിക്കോട്ടോ. നിനക്കറിയില്ലല്ലോടാ നിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെ ആണ് നീ കടന്നുപോകുന്നത് എന്ന്. ഒരുനാൾ അത് നിനക്ക് അച്ഛൻ പറയാതെ തന്നെ മനസ്സിലാകും. വീണ്ടും കുട്ടിയായി ജീവിക്കാൻ നീയും ആഗ്രഹിക്കും.